സമയം കുറേ ആയി സീതേ, നീ റൂമിലേക്ക് ചെല്ലാൻ നോക്ക്. ബാക്കിയുള്ളതെല്ലാം ജോലിക്കാരെ നോക്കിക്കൊള്ളും. മാധവ് കുറച്ചു നേരമായി റൂമിലേക്ക് പോയിട്ട്. ശകാരം എന്ന രീതിയിലല്ലെങ്കിലും ഒരു കുറ്റപ്പെടുത്തലോടെ ജാനകിയമ്മ പറഞ്ഞതും അവരെ നോക്കി അനുസരണയോടെ തലയാട്ടി മുകളിലെ മുറിയിലേക്ക് നടക്കാനൊരുങ്ങിയ സീത 2 ചുവട് വെച്ചതും പെട്ടെന്ന് വന്നൊരോർമ്മയിൽ ജാനകിയമ്മയെ നോക്കി. ഉണ്ണിക്കുട്ടൻ ഞങ്ങളുടെ കൂടെ കിടന്നോളും. നീ ഇനിയും ഇവിടെ താളം ചവിട്ടി നിൽക്കാതെ മുറിയിലേക്ക് കയറി ചെല്ലു സീതേ. അവനിപ്പോ കിടന്നുറങ്ങിക്കാണും. വർഷം 5 കുട്ടി എന്നായിട്ടും കഴുതൽ താലി കെട്ടിയവനെ കൈപ്പിടിയിൽ ഒതുക്കാൻ പഠിക്കാത്ത പെണ്ണ് നീ മാത്രമേ ഉണ്ടാവുള്ളൂ സീതേ. ഇത്തവണ പറയുമ്പോൾ അവളോടുള്ള ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു അവരുടെ ശബ്ദത്തിലും. അത് തിരിച്ചറിഞ്ഞിട്ടും പക്ഷേ സീതയിൽ മാറ്റമൊന്നുമില്ല. സാവധാനം പടിയേറി റൂമിലേക്ക് നടക്കാനൊരുങ്ങുമ്പോൾ ഇന്ന് സാരിയിൽ താൻ ഒരുങ്ങി വന്നപ്പോൾ തന്നെ ആകെയൊന്ന് നോക്കിയ മാധവന്റെ മുഖം അവളുടെ ഉള്ളിൽ തെളിഞ്ഞതും അവൾ പോലും അറിയാതെ നിറഞ്ഞവളുടെ മിഴികളെങ്കിലും അത് വേഗത്തിൽ തുടച്ചു മാറ്റി റൂമിലേക്ക് കയറിയവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചു തന്നെ. റൂമിലേക്ക് സീത കയറിയതും ബെഡിൽ അലക്ഷ്യമായി മൊബൈൽ നോക്കി കിടന്നിരുന്ന മാധവന്റെ നോട്ടം ഒന്നവളിൽ തട്ടിത്തടഞ്ഞു ചെന്നു. അതറിഞ്ഞിട്ടും അറിയാത്ത പോലെ മാറ്റാനുള്ള വസ്ത്രമെടുത്ത് ബാത്റൂമിലേക്ക് കയറിയവൾ വേഗത്തിൽ ഫ്രഷായി സീത വന്നു. ബെഡിൽ കിടന്നതും കയ്യിലെ ഫോൺ മാറ്റിവെച്ച് റൂമിലെ ലൈറ്റ് അണച്ചു മാധവ്. തന്നെ തേടി വരുന്ന മാധവിന്റെ കൈകൾ അറിഞ്ഞതും ശ്വാസമൊന്ന് ആഞ്ഞെടുത്ത് കണ്ണിറുക്കി തുറന്നടച്ചവൾ ധൈര്യം സംഭരിക്കാനെന്ന പോലെ, എനിക്ക് ഡിവോഴ്സ് വേണം. കൈകൾക്കൊപ്പം മാധവന്റെ ശ്വാസം കൂടി തന്നിലേറ്റു തുടങ്ങിയതും അവളിലേക്ക് ചായാനൊരുങ്ങിയ മാധവിന്റെ കൈകൾ നിശ്ചലമായി. ഒപ്പം റൂമിലെ ലൈറ്റും തെളിഞ്ഞു. എക്സ്ക്യൂസ് മീ, എനിക്ക് വ്യക്തമായില്ല. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് സീതയ്ക്ക് മുന്നിലായി വന്നു നിന്ന് മാധവ് പറയുമ്പോൾ മാധവിൽ അവിശ്വസനീയതയാണ്. എനിക്ക് ഡിവോഴ്സ് വേണം. ഈ വീട്ടിൽ നിന്ന് പോണം. പറയാനുള്ളത് താൻ പറഞ്ഞേ തീരൂ എന്നുള്ളതുകൊണ്ട് അവനെ വീണ്ടും നോക്കി അത് ആവർത്തിക്കുമ്പോൾ പതിവിന് വിപരീതമായി അവന്റെ മുന്നിൽ വിറയ്ക്കാതെ നിന്നു സീത. ഞാൻ പോരാ എന്ന് തോന്നിയിട്ടോ? എനിക്ക് പകരം മറ്റൊരുവനെ കണ്ടെത്തിയിട്ടോ ഇങ്ങനെയൊരു തീരുമാനം? ശാന്തതയോടെ എന്നാൽ വല്ലാത്തൊരു മൂർച്ചയോടെ ചോദിക്കുന്നവന്റെ കണ്ണിലേക്ക് വെറുതെ നോക്കി സീത, മറുപടിയൊന്നും പറയാതെ. എനിക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം സീതേ. ദേഷ്യത്തിൽ പറയുന്നവന് കർക്കശക്കാരനായ പോലീസിന്റെ മുഖഭാവവും. ഒന്ന് പതറി സീത. അതെങ്ങനെ വേണമെങ്കിലും എടുക്കാം. എനിക്ക് ഈ ബന്ധം വേർപെടുത്തി തന്നാൽ മാത്രം മതി. അത് പറയുമ്പോൾ ശ്വാസം മുട്ടിയിട്ടെന്ന വിധം ഒരു കിതപ്പുയർന്നു സീതയിൽ നിന്ന്. അവളിലെ ആ പരവേശം ഒന്ന് ശ്രദ്ധിച്ചതും വേഗത്തിൽ റൂമിന്റെ വാതിൽ വലിച്ചു തുറന്ന് താഴെ ഹാളിലേക്ക് വേഗത്തിലിറങ്ങി മാധവ്. അവിടെ അവന്റെ ശബ്ദം ഉയർന്നതും നിശബ്ദതയിൽ ആണ്ടു തുടങ്ങിയ വീടിനുള്ളിലാകെ ശബ്ദങ്ങൾ നിറയുന്നതും അറിഞ്ഞ് തനിക്കുള്ള വിളിയും കാത്തിരുന്നു അവൾ. സീതയെ! താഴെ നിന്ന് ജാനകിയമ്മയുടെ വിളിശബ്ദം കേട്ടതും നേരത്തെ തയ്യാറാക്കി വെച്ച ബാഗുമെടുത്ത് താഴേക്കുള്ള പടികളിറങ്ങി അവൾ. ഇനി ഒരിക്കൽ കൂടി മുകളിലെ മുറിയിലേക്കുള്ള പടികൾ കയറില്ല എന്നുറപ്പിച്ചു തന്നെ. കയ്യിലൊരു ബാഗുമായി താഴേക്കിറങ്ങി വരുന്ന സീതയെ കണ്ട പകപ്പുണ്ട് അവരുടെ മുഖത്തും. ജാനകിയമ്മയുടെ കണ്ണുകൾ സീതയിൽ ഉറച്ചു നിന്നു വല്ലാത്തൊരു പിരിമുറുക്കത്തോടെ. നിനക്ക് ഡിവോഴ്സ് വേണോ സീതേ? ചോദിക്കുമ്പോൾ പ്രൗഢമായ മംഗലത്ത് ജാനകിയമ്മയുടെ ശബ്ദത്തിലെ പരിഭ്രമം അവിടെ നിന്നവരെല്ലാം തിരിച്ചറിഞ്ഞു. വേണം, ഞാനത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജാനകിയമ്മയുടെ മകനോട്. സീതയുടെ മറുപടിയിൽ അവിടെ നിന്നവരെല്ലാം അവളെ നോക്കി. എന്റെ മകൻ നിനക്കാരാണ് സീതേ? വല്ലാതെ ദേഷ്യം തിങ്ങിയിരുന്നത് ചോദിക്കുമ്പോൾ ജാനകിയമ്മയിൽ തന്റെ പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളും പാടെ തെറ്റിയല്ലോ എന്ന ദേഷ്യം. അമ്മയുടെ മകൻ എനിക്കാരാണെന്ന് ചോദിച്ചാൽ ഞാൻ പ്രസവിച്ച കുഞ്ഞിന് ജന്മം കൊടുക്കാൻ എന്നെ സഹായിച്ച ആളെന്ന് എനിക്ക് പറയാൻ കഴിയൂ. പതിഞ്ഞതെങ്കിലും ഉറപ്പുള്ള ശബ്ദത്തിൽ സീത പറഞ്ഞതും ശബ്ദം നഷ്ടമായി അവിടെ കൂടിയ ഓരോരുത്തർക്കും. എല്ലാവരുടെയും നോട്ടം ഒരുമാത്രം മാധവിൽ ചെന്ന് തങ്ങിയെങ്കിലും യാതൊരു കൂസലുമില്ലാതെ കൈകെട്ടി നിന്നു അവൻ. മാധവിനെ നീ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവായിട്ട് കണ്ടിട്ടില്ലേ സീതേ? മാധവിന്റെ അച്ഛന്റെ ചോദ്യത്തിൽ സീത അയാളെ നോക്കിയൊന്ന്. ഈ ചോദ്യം അച്ഛന്റെ മകനോടൊന്ന് ചോദിക്കാമോ? സീത ചോദിച്ചതും കുറുകി മാധവിന്റെ മിഴികൾ. നിന്നെ ഞാൻ ഒരിക്കലും എന്റെ ഭാര്യയെ അംഗീകരിക്കില്ല എന്നറിഞ്ഞു തന്നെയല്ലേ നീ എന്റെ ഭാര്യയായത്? പിന്നെ ഈ പരാതിയുടെ അർത്ഥമെന്താണ്? മാധവ് ദേഷ്യമുതുക്കി പറഞ്ഞതും അവനെ നോക്കി നിറകണ്ണോടെ നോവൊളിപ്പിച്ചു ചിരിച്ചവൾ. പരാതി പറഞ്ഞതല്ല. നിങ്ങൾക്ക് സ്നേഹിച്ചവളെ നിങ്ങൾക്ക് നഷ്ടമായപ്പോൾ നിങ്ങളുടെ വീട്ടുകാരാണ് എന്നെ നിങ്ങൾക്കായി കണ്ടെത്തിയത്. ദാരിദ്ര്യവും കഷ്ടപ്പാട് നിറഞ്ഞ എന്റെ കുടുംബത്തിലെ ആർക്കും എന്റെ ഇഷ്ടവും താൽപ്പര്യവും അറിയേണ്ടായിരുന്നു. ഇവിടുത്തെ ഈ ജീവിതം ഇപ്പോഴെനിക്ക് വല്ലാത്തൊരു ശ്വാസമുട്ടലായിരിക്കുന്നു. ആരുടെയും ആരുമല്ലാത്ത വെറുതെ ഒരു ജീവിതം. ഇതിങ്ങനെ കൊണ്ടുപോകാൻ വയ്യ. എന്നെ മടങ്ങിപ്പോകാൻ അനുവദിക്കണം.
ശ്വാസമുട്ടലോടെ സീത പറഞ്ഞതും അവളെ എരിയുന്ന ദേഷ്യത്തോടെ നോക്കി ജാനകിയമ്മ. ഈ വീട് വിട്ട് നീ ഇറങ്ങുമ്പോൾ നിനക്ക് നഷ്ടമാകുന്നത് ഇവിടവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും കൂടിയാണെന്ന് മറക്കണ്ട. അതിൽ നിന്റെ മകനും പെടും. അവനെ തന്നുവിടില്ല നിനക്ക് ഞങ്ങൾ. സീതയ്ക്ക് നേരെയുള്ള അവസാന ആയുധം പുറത്തെടുത്തു ജാനകിയമ്മ. അവനെ അല്ലെങ്കിലും എന്നാണമ്മേ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ളത്? 4 വയസ്സായ അവനെ ഇന്നേ വരെ എൻ്റെ കൊതി തീരെ ഞാൻ എടുത്തിട്ടില്ല. എന്തിന്? എൻ്റെ ഇഷ്ടത്തിനൊന്നും മുലപ്പാല് പോലും കൊടുത്തിട്ടില്ല. ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചാലും എൻ്റെ കൂടെ വരാത്ത വിധം അവനെയും നിങ്ങൾ സ്വന്തമാക്കിയതല്ലേ. എനിക്ക് വേണ്ടവനെ നിങ്ങൾ വളർത്തിക്കൊള്ളൂ. താലി കെട്ടിയവൻ്റെ കാരണമില്ലാത്ത ദേഷ്യം സഹിച്ച് പ്രസവിച്ച കുഞ്ഞിനെ കാണാൻ നോമ്പ് തോറ്റ് ഇങ്ങനെ ഒരു ജീവിതം വയ്യമ്മ. ഇനിയും ഞാൻ പൊക്കോട്ടെ. ഒന്നിനും വരില്ല, ഒരിക്കലും വരില്ല, ഒരവകാശവും പറയില്ല. പൊക്കോട്ടെ. ദയനീയമായി ചോദിച്ചുകൊണ്ട് സീത തൻ്റെ ബാഗ് കയ്യിലേക്കെടുത്തതും ആ ബാഗിൽ കൈ മുറുക്കി ജാനകിയമ്മ. ഇവിടെ നിന്നിറങ്ങിയാൽ പിടിച്ചു നിൽക്കാനെങ്കിലും 5ൻ്റെ പൈസ ഉണ്ടോ സീതെ നിന്റെ കയ്യിൽ? വെറുതെ ഷോ കാണിക്കാതെ മുറിയിലേക്ക് കയറിപ്പോകാൻ നോക്കു നീ. ഗർവോടെ പറയുന്ന അവരുടെ കൈകൾ തൻ്റെ ബാഗിൽ നിന്ന് അടർത്തി മാറ്റി സീത. കഴിഞ്ഞുപോയ വർഷങ്ങളിൽ അമ്മയുടെ മകനെന്നെ ഒരു ഭാര്യയായി കണ്ടിട്ടില്ലെങ്കിലും ഒരു സ്ത്രീ ശരീരം വേണം തനിക്ക് വികാരങ്ങൾ തീർക്കാൻ എന്ന് തോന്നിയപ്പോഴെല്ലാം എൻ്റെ ഈ ശരീരം തേടി വന്നിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴെല്ലാം ഓരോ തുകയും എൻ്റെ കയ്യിലേക്ക് നിർബന്ധിച്ച് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ എനിക്കുള്ള സ്ഥാനം ഓർമ്മിപ്പിച്ചുകൊണ്ട്. ആ പൈസയെല്ലാം ഉണ്ട് എൻ്റെ കൈവശം. തൽക്കാലം പിടിച്ചു നിൽക്കാൻ അത് മതിയാവും എനിക്ക്. അത് തീരുമ്പോൾ തീരെ നിവർത്തിയില്ലാതെ വരുമ്പോൾ അദ്ദേഹം പഠിപ്പിച്ച ആ തൊഴിൽ ഞാനെൻ്റെ ജീവിതമാർഗമാക്കി മാറ്റിക്കോളാം. എന്നാലും വയ്യ എനിക്കിവിടെ. വല്ലാത്തൊരു ശാന്തതയോടെ സീത പറഞ്ഞതും അതുവരെയില്ലാത്ത പോലെ ഒന്ന് പിടഞ്ഞു അവിടെ കൂടിയവരുടെ എല്ലാം ഉള്ളം. ആ പെണ്ണിൻ്റെ ജീവിതത്തോട് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നവർ ചിന്തിക്കുന്ന നേരം കൊണ്ട് ആ വീടിൻ്റെ ഗേറ്റ് തുറന്ന് റോഡിലെത്തിയിരുന്നു സീത. സ്വാതന്ത്ര്യത്തിൻ്റെ ഗന്ധം ശ്വസിച്ചുകൊണ്ട്. തന്നെ വേദനിപ്പിച്ചവരെല്ലാം തൻ്റെ കാൽ കീഴിൽ വന്ന് കീഴുമെന്നറിയാതെ. കാലം ആർക്കും കരുതി വെച്ചിട്ടുണ്ട് യഥാവിധി ശിക്ഷയെന്നറിയാതെ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.